24 മണിക്കൂർ സമയം പഠിക്കാനായി നമുക്ക് ഇന്നൊരു ക്ലോക്ക് നിർമ്മിക്കാം. ആവശ്യമായ സാമഗ്രികൾ: ചാർട്ട്, കത്രിക, ഫെവിക്കോൾ, സ്കെയിൽ, കോമ്പസ്, പെൻസിൽ, കാർഡ്ബോർഡ് അല്ലെങ്കിൽ സൺബേക്ക്, ഒരു സ്കെച്ച് പെൻ എന്നിവയാണ്. ഇവിടെ സൺബേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യമായി കോമ്പസിൽ 16 സെൻറ്റിമീറ്റർ അളവ് എടുത്തുകൊണ്ട് നമ്മുടെ സൺബേക്കിൽ ഒരു വൃത്തം വരയാം. സൂക്ഷ്മതയോടെ വൃത്തിയായി വൃത്തം വരഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് കത്രിക ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വരഞ്ഞ വൃത്തത്തിന് മുകളിൽ കൂടെ കൃത്യമായി വൃത്താകൃതിയിൽ സൺബേക്ക് മുറിച്ചെടുക്കാം. സൺബേക്ക് തന്നെ ഉപയോഗിക്കണമെന്നില്ല. നിങ്ങളുടെ വീട്ടിൽ വലിയ കാർഡ്ബോർഡ് ലഭ്യമാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം. സൺബേക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. കത്രിക ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല മൂർച്ചയുള്ള കത്രിക തന്നെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ വക്കുകൾ കൃത്യമായി മുറിഞ്ഞു കിട്ടില്ല. മുറിക്കുമ്പോൾ കൈ മുറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേസമയം നമ്മുടെ സൺബേക്ക് അല്ലെങ്കിൽ കാർഡ്ബോർഡ് കൃത്യമായി മുറിയുകയും വേണം. ഇപ്പോൾ നമുക്ക് വൃത്താകൃതിയിലുള്ള ഒരു സൺബേക്ക് ലഭ്യമായി. ഇനി ഇതേ രീതിയിൽ കോമ്പസിൽ 16 സെൻറ്റിമീറ്റർ വീണ്ടും എടുത്തുകൊണ്ട് നമ്മുടെ ചാർട്ട് പേപ്പറിൽ ഒരു വൃത്തം വരഞ്ഞെടുക്കാം. വൃത്തം വരഞ്ഞ ശേഷം നേരത്തെ സൺബേക്ക് മുറിച്ചതുപോലെ തന്നെ കൃത്യമായി സൂക്ഷ്മതയോടെ നമ്മുടെ ചാർട്ട് പേപ്പറും നമ്മൾ വരച്ച വൃത്തത്തിന് മുകളിലൂടെ തെറ്റാതെ വൃത്താകൃതിയിൽ മുറിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് വൃത്താകൃതിയിലുള്ള ഒരു ചാർട്ട് കൂടെ ലഭിച്ചു. വൃത്താകൃതിയിലുള്ള ചാർട്ട് പേപ്പറും അതോടൊപ്പം തന്നെ അതേ അളവിൽ വൃത്താകൃതിയിലുള്ള സൺബേക്കും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വേണ്ടത് ഈ സൺബേക്കിൽ പശ തേച്ച് പിടിപ്പിക്കണം. നമുക്ക് ഫെവിക്കോൾ തന്നെ ഉപയോഗിക്കാം. പശ തേച്ച് പിടിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സൺബേക്കിൻ്റെ അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ എല്ലാ ഭാഗത്തും കൃത്യമായി പശ എത്തണം. നമ്മൾ കൈകൊണ്ട് പശ കൃത്യമായി സൺബേക്കിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നീട് ചാർട്ട് ഒട്ടിച്ച് കഴിയുമ്പോൾ പശയില്ലാത്ത ഭാഗത്തെ ചാർട്ട് ചിലപ്പോൾ കീറിപ്പോയേക്കാം. അതുകൊണ്ട് അത് കൃത്യമായി ശ്രദ്ധിക്കുക. ഇനി ഈ പശ തേച്ച് പിടിപ്പിച്ച ശേഷം സൂക്ഷ്മതയോടെ നമുക്ക് ഈ ചാർട്ട് പേപ്പർ അതിന് മുകളിലായി ഒട്ടിക്കാം. ഇങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ വളരെ ചെറിയ വ്യത്യാസം ചിലപ്പോൾ ചില ഭാഗത്ത് ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ കത്രിക കൊണ്ട് അത് മുറിച്ചെടുത്ത് നല്ല വൃത്തിയായി ഇതേപോലെ വൃത്തരൂപത്തിലാക്കിയെടുക്കുക. അതിനുശേഷം സ്കെയിൽ ഉപയോഗിച്ച് കോമ്പസിൽ 8.4 സെൻറ്റിമീറ്റർ രേഖപ്പെടുത്തുക. അതുപയോഗിച്ച് നമ്മുടെ വൃത്തത്തിൻ്റെ പുറം ഭാഗത്ത് ഏറ്റവും അറ്റത്ത് 8.4 സെൻറ്റിമീറ്റർ വെച്ച് അടയാളപ്പെടുത്താം. ഇത്തരത്തിൽ കൃത്യമായി 12 പോയിൻ്റുകൾ നമുക്ക് അടയാളപ്പെടുത്താനായി സാധിക്കും. അതിനുശേഷം സ്കെയിൽ ഉപയോഗിച്ച് നടുക്കുള്ള പോയിൻ്റിൽ സ്കെയിൽ വെച്ച് നമ്മളിപ്പോൾ രേഖപ്പെടുത്തിയ ആ പോയിൻ്റിലേക്ക് ഒരു വര വരയാം. അതായത് ഏറ്റവും അറ്റത്തായി നമ്മൾ രേഖപ്പെടുത്തിയ ആ പോയിൻ്റുകൾ കൃത്യമായി കാണുന്ന രീതിയിൽ ഒരു ചെറിയ വര കൂടെ വരഞ്ഞ് 12 ഭാഗങ്ങളാക്കുന്നു. ഇപ്പോൾ 12 ഭാഗങ്ങൾ
നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് കോമ്പസിൽ 13 സെൻറ്റിമീറ്റർ എടുത്തുകൊണ്ട് മധ്യത്തിലുള്ള പോയിൻറ്റിൽ കോമ്പസിൻ്റെ സൂചി വെച്ച് നമുക്ക് ഉള്ളിലായി ഒരു വൃത്തം കൂടി വരഞ്ഞെടുക്കാം. സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് ഉള്ളിലെ വൃത്തത്തിൽ കൂടി 12 രേഖകൾ അടയാളപ്പെടുത്തണം. അതിനായി മധ്യത്തിലുള്ള പോയിൻറ്റിലും പുറത്തെ പോയിൻറ്റിലും സ്കെയിൽ കൃത്യമായി വെച്ചുകൊണ്ട് പുറത്തെ വൃത്തത്തിലുള്ള രേഖയ്ക്ക് സമാന്തരമായി ഉള്ളിലെ വൃത്തത്തിലും ഒരു രേഖ അടയാളപ്പെടുത്തുന്നു. ഇത്തരത്തിൽ 12 രേഖകളും നമുക്ക് കൃത്യമായി അടയാളപ്പെടുത്തണം. വൃത്തത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള രേഖയ്ക്ക് നേരെയായിരിക്കും ഉള്ളിലെ വൃത്തത്തിലുള്ള രേഖയും. പ്രത്യേകം ശ്രദ്ധിക്കണം, അളവ് കൃത്യമായിരിക്കണം. ഇപ്പോൾ നമ്മൾ 12 എണ്ണവും വരഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് ലഭിക്കും. അതിനുശേഷം 10 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തുകൊണ്ട് മധ്യത്തിലെ പോയിൻറ്റിൽ കോമ്പസിൻ്റെ സൂചി വെച്ചുകൊണ്ട് നമുക്ക് ഒരു വൃത്തം കൂടി വരഞ്ഞെടുക്കാം. ഈ വരകൾ നമുക്ക് ഇപ്പോൾ പെൻസിൽ കൊണ്ടാണ് വരയുന്നതെങ്കിലും പിന്നീട് ഇതിന് മുകളിലൂടെ സ്കെച്ച് പേന കൊണ്ട് വരഞ്ഞ് വ്യക്തത വരുത്താം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഉള്ളിലെ വൃത്തത്തിലും പുറത്ത് രേഖപ്പെടുത്തിയ പോയിൻറ്റിലും നമുക്ക് സംഖ്യകൾ എഴുതുകയാണ് വേണ്ടത്. നമുക്ക് സ്കെച്ച് പേന ഉപയോഗിച്ച് എഴുതാവുന്നതേ ഉള്ളൂ. ഇവിടെ മുറിച്ചെടുത്ത സംഖ്യകൾ ഒട്ടിക്കുകയാണ്. ഇങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങൾ സംഖ്യകൾ എഴുതി ചേർത്താൽ മതി. ഉള്ളിലെ വൃത്തത്തിൽ 1 മുതൽ 12 വരെയുള്ള സംഖ്യകളും പുറത്തെ വൃത്തത്തിൽ അതിന് സമാന്തരമായി 13 മുതൽ 24 വരെയുള്ള സംഖ്യകളുമാണ് എഴുതി ചേർക്കേണ്ടത് അല്ലെങ്കിൽ ഒട്ടിക്കേണ്ടത്. നിങ്ങൾ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ക്ലോക്ക് നോക്കി അതിലുള്ളതുപോലെ സംഖ്യകൾ എഴുതുക. അല്ലെങ്കിൽ ചിലപ്പോൾ ചെറുതായി ചെരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അക്കങ്ങൾ എങ്ങനെയാണോ ക്ലോക്കിലുള്ളത് അതുപോലെ എഴുതാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ ഒട്ടിച്ചിരിക്കുന്ന ചില സംഖ്യകൾ ചെറിയ രീതിയിൽ ഒന്ന് ചെരിഞ്ഞതായൊക്കെ കാണാം. നിങ്ങൾ ആ തെറ്റ് പരിഹരിച്ചുകൊണ്ട് കൃത്യമായി സംഖ്യകൾ എഴുതുക. ഇപ്പോൾ നമ്മൾ മുഴുവൻ സംഖ്യകളും എഴുതി ചേർത്തിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങളും കൃത്യമായി എഴുതുക. അതിനുശേഷം ഓരോ സംഖ്യകൾക്കുമിടയിൽ തുല്യ അകലത്തിൽ 4 പോയിൻ്റ് രേഖപ്പെടുത്തണം. ഏകദേശം തുല്യ അകലത്തിലായിരിക്കണം ഈ പോയിൻ്റുകൾ രേഖപ്പെടുത്തേണ്ടത്. ഇതുപോലെ ഓരോ സംഖ്യകൾക്കിടയിലും 4 പോയിൻ്റുകൾ വേണം. അത് ആദ്യം നമുക്ക് പെൻസിൽ കൊണ്ട് രേഖപ്പെടുത്താം. അതിൽ ചെറിയ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മായ്ച്ചുകൊണ്ട് അത് ശരിയാക്കാം. ഏകദേശം തുല്യ അളവ് കണക്കാക്കുക. അതിനുശേഷം നമുക്ക് ആ പോയിൻ്റുകളിലൂടെ സ്കെച്ച് പേന കൊണ്ട് വരയാം. എല്ലാ പോയിൻ്റുകളിലും സ്കെച്ച് പേന കൊണ്ട് വരഞ്ഞ് ഒന്ന് വ്യക്തത വരുത്താം. വ്യക്തമായി കാണാൻ വേണ്ടി മാത്രമാണ് സ്കെച്ച് പേന കൊണ്ട് ഒന്നുകൂടെ വരയുന്നത്. ഇങ്ങനെ വരഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ക്ലോക്കിൻ്റെ ഡയൽ ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് സൂചികളാണ്. 3 സൂചികൾ വേണ്ടതുണ്ട്. സെക്കൻഡ് സൂചി, മണിക്കൂർ സൂചി, മിനിറ്റ് സൂചി. ഏറ്റവും വണ്ണം കൂടിയതും നീളം കുറഞ്ഞതുമായ മണിക്കൂർ സൂചിയും അതിനേക്കാൾ വണ്ണം കുറഞ്ഞ് നീളം കൂടിയ മിനിറ്റ് സൂചിയും ഏറ്റവും നീളം കൂടിയ പക്ഷേ ഏറ്റവും വണ്ണം കുറഞ്ഞ സെക്കൻഡ് സൂചിയുമാണ് നമുക്ക് വേണ്ടത്. അതിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നമുക്ക് കളർ കൊടുത്ത് മനോഹരമാക്കാം. അത് കോമ്പസ് ഉപയോഗിച്ച് ഇങ്ങനെ
ദ്വാരം വെച്ചുകൊണ്ട് ഒരു മുട്ട് സൂചി ഉപയോഗിച്ച് ഏറ്റവും മുകളിൽ സെക്കൻഡ് സൂചിയും അതിന് താഴെ മിനിറ്റ് സൂചിയും അതിന് താഴെ മണിക്കൂർ സൂചിയും വെച്ച് മുട്ട് സൂചി കൊണ്ട് നമുക്ക് മധ്യത്തിലുള്ള പോയിന്റിലേക്ക് ഘടിപ്പിക്കാം. ക്ലോക്കിൻ്റെ പിൻഭാഗത്ത് ഒരു ഡ്യുവൽ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ച് നമുക്കത് അവിടെ ഉറപ്പിക്കാം. ഇനി നമുക്ക് ഈ ക്ലോക്ക് ഉപയോഗിച്ച് പഠിക്കാം. താങ്ക് യു.